ഹലോ എവ്രി വൺ, വെൽക്കം ടു പൽപിറ്റ് ലേണിംഗ്സ്. സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് 2-ന് സെറ്റ് എക്സാം നടക്കേണ്ടതായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഡേറ്റ് മാറ്റിവെച്ചു. ഒട്ടുമിക്ക ജില്ലകളിലും കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ശാന്തത വന്നതിന് ശേഷം പുതിയൊരു ഡേറ്റ് പ്രഖ്യാപിക്കുമായിരിക്കാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഡേറ്റ് നീട്ടി വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയൊരു അലസത ഉണ്ടാവും, അല്ലെ? അത് സ്വാഭാവികമാണ്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, നാളെയാണ് എക്സാം, നാളെ എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ കരുതി നിൽക്കുമ്പോഴാണ് പരീക്ഷ മാറ്റിവെക്കുന്നത്. അപ്പൊ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും അവരുടെ മനസ്സിൽ ചെറിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും, അല്ലെ? നമ്മൾ ഇതുവരെ തുടർന്നു വന്ന ഒരു ഫ്ലോ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഫ്ലോ നഷ്ടപ്പെട്ട് പഠനം മാറ്റിവെച്ച ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണുള്ളത് എന്ന് എനിക്കറിയില്ല, അപ്പൊ നിങ്ങൾ വളരെ സേഫ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളുടെ പ്രകൃതിപരമായ കാലാവസ്ഥ, പരിസ്ഥിതിപരമായിട്ടുള്ള കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നിങ്ങളുടെ പഠനം ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത്. കാരണം നമുക്ക് മുന്നിൽ വലിയ അവസരങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഒരു PGയും BEഡും ഉള്ള ഉദ്യോഗാർത്ഥി സെറ്റ് എക്സാം എഴുതുന്നത് എന്തിനാണ് എന്ന് പറയേണ്ടതില്ല. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകുന്നതിന് വേണ്ടിയാണ്, അല്ലെ? കേരള സർക്കാരിന്റെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകനാകാനുള്ള യോഗ്യതയാണല്ലോ സെറ്റ്. അപ്പൊ തൊട്ട് മുന്നേ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വിഷയങ്ങളിൽ തന്നെ VHSE ഡിപ്പാർട്ട്മെന്റിലേക്ക്, അഥവാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിജ്ഞാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വർഷം ഡിസംബറിൽ തന്നെ വരുമായിരിക്കാം. അങ്ങനെ ഈ വിജ്ഞാപനം വരുമെങ്കിൽ സെറ്റ് എക്സാമിന്റെ റിസൾട്ടിന് ശേഷം വരാനാണ് സാധ്യത. മിക്കവാറും അങ്ങനെയാണ് പരീക്ഷകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടി ഹൈസ്കൂൾ ആണെങ്കിൽ, അല്ലെങ്കിൽ LP UP ആണെങ്കിൽ കേട്ടറ്റിന്റെ റിസൾട്ട് വന്ന ഉടനെ, ഇനി ഹയർ സെക്കൻഡറി ആണെങ്കിൽ സെറ്റിന്റെ റിസൾട്ട് വന്ന ഉടനെയാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് VHSE എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഈ സെറ്റ് എക്സാം പാസ്സായാൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അലസതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, നിങ്ങളുടെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഒരു സെറ്റ് എക്സാമുകൾ എല്ലായ്പ്പോഴും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ ഉദ്യോഗാർത്ഥികളും നേരിടുന്നത്. അതിനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂൾ ടീച്ചിങ്ങിലെ ഏറ്റവും ഹയർ പൊസിഷനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. ഹൈ സാലറി പാക്കേജ് ഉള്ള, ഉയർന്ന ഗ്രേഡ് ഉള്ള, അതിലേറെ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോബാണത്. ഓരോ വർഷങ്ങളിലും നമ്മുടെ സെറ്റ് എക്സാമിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു സെറ്റ് നിർണായകമാകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമായി പറയാനുള്ളത് തൊട്ടടുത്ത് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. VHSE വിളിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അതുപോലെ ഇംഗ്ലീഷിൽ HSST സീനിയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു പക്ഷേ ഈ രണ്ട് എക്സാമും മെർജ് ചെയ്തായിരിക്കാം നടക്കുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു അറിയിപ്പ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും VHSE വിളിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ച് നിൽക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സെറ്റിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 വർഷം മുന്നേ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ടും നോക്കിയാൽ മാത്രം മതിയായിരുന്നു. അതിന്റെ ഓപ്ഷൻസ് പോലും അനലൈസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മുൻവർഷ ചോദ്യങ്ങൾ നോക്കിപ്പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഒരു നെറ്റ് എക്സാമിന്റെ നിലവാരത്തിലേക്ക് ചോദ്യങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് എക്സാം പാറ്റേൺ മാറും. എക്സാം പാറ്റേൺ മാറുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. അതിലുപരി നമുക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ഞാൻ ഈ അവസാന ഘട്ടത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇനി എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഈ ദിവസത്തിനുള്ളിൽ എനിക്കിത് പറ്റും. ഉറപ്പായിട്ടും കഴിയും. നിങ്ങൾ BAക്കും
MAക്കും അഥവാ UGക്കും PGക്കും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെയും പഠിക്കാനുള്ളത്, സെറ്റ് എക്സാമിനും പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ലാസ്റ്റ് ടൈം റിവിഷനാണ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പൽപ്പിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്. എക്സാം എന്തായാലും മാറ്റിവെച്ചു. ഇനി കുറഞ്ഞത് ഒരു 10-15 ദിവസം നമുക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു 15 ദിവസം കൃത്യമായിട്ടും ഓരോ യൂണിറ്റുകളും, നമുക്ക് കോർ പേപ്പറിൽ ഒരു 6 യൂണിറ്റ് ഉണ്ട്, ജനറൽ പേപ്പറിലും അതേപോലെ യൂണിറ്റുകളുണ്ട്. ഈ ജനറൽ പേപ്പറിലെയും കോർ പേപ്പറിലെയും എല്ലാ യൂണിറ്റുകളിലെ പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പൽപ്പിറ്റിൽ ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ചുരുങ്ങിയ ഫീസിലാണ് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകുന്നത്. ഇതിന് തൊട്ട് മുന്നേ, എക്സാമിന് തൊട്ട് മുന്നേ നമ്മളൊരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്രാഷ് ബാച്ചിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തു പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ കൊടുത്ത ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. ദെൻ ഈ ഒരു 15 ദിവസത്തെ ക്ലാസ് പൂർണ്ണമായിട്ടും ലൈവ് ക്ലാസ് ആയിരിക്കും കേട്ടോ, അധികവും ലൈവ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോയിന്റ്സ് ഒക്കെ അതൊന്ന് കിട്ടും. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് അല്ലെ. ഓരോ പേപ്പറിലും 35% മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ ക്വാളിഫൈ ആകും. അപ്പോൾ വെറും ഒരു ക്വാളിഫയിങ് എക്സാം ആണ് എന്ന് നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ ഒരു ക്രാഷ് ബാച്ച് അറ്റൻഡ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഈ 15 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയതിനു ശേഷം 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെറ്റ് എക്സാമിന് ചോദിക്കുന്ന അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ അതേ ക്വസ്റ്റ്യൻ കൗണ്ടിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അവസരം തന്നെയാണ്. അപ്പോൾ തുടർന്നുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും ഒക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിലേക്ക് ജോയിൻ ചെയ്യുക. മാത്രമല്ല നമ്മുടെ പൽപ്പിറ്റ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എക്സാമുകളുമായി ബന്ധപ്പെട്ട കോച്ചിങ് ആണ്. HSST ഇംഗ്ലീഷ്, അതുപോലെ ഇനി VHSC ഇംഗ്ലീഷ് നമ്മുടെ കോഴ്സ് റണ്ണിങ് ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് കോഴ്സ്, ദെൻ സെറ്റ് ഇംഗ്ലീഷ്. ഇനി വൈകാതെ തന്നെ ടെറ്റ് എക്സാമുകളിലേക്കുള്ള ഇംഗ്ലീഷ് കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും താഴെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നന്നായി പഠിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.